ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ്. മിസൈൽ സംവിധാനങ്ങളുടെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും അവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രതിരോധ സാങ്കേതിക വിദ്യ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച ആദ്യമായി റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് ഇന്ത്യ ഇന്റർമീഡിയറ്റ് റേഞ്ച് അഗ്നി പ്രൈം മിസൈലിന്റെ വിക്ഷേപണം വിജയകരമായി നടത്തി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഈ വിക്ഷേപണത്തെ ഇത്രയധികം പ്രാധാന്യത്തോടെ പറയുന്നു എന്നും മറ്റേതൊക്കെ രാജ്യങ്ങൾക്കാണ് ഇത്തരം സാങ്കേതിക വിദ്യ കൈവശം വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് സൂക്ഷ്മമായി ഒന്ന് പരിശോധിക്കാം. ഈ വ്യാഴാഴ്ച അതായത് സെപ്റ്റംബർ 25-ന് റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് നൂതന ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പ്രൈമിന്റെ പരീക്ഷണ വിക്ഷേപണം ഇന്ത്യ വിജയകരമായി നടത്തി. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യ ഒരു ട്രെയിനിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ നേട്ടമാണ് ഇത്തരത്തിലുള്ള ഒരു ആദ്യത്തെ നേട്ടമാണ് ഇത്. അതായത് നമ്മുടെ രാജ്യത്തിന്റെയും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ശാസ്ത്രജ്ഞരെ പ്രത്യേകം അഭിനന്ദിക്കുക തന്നെ വേണം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ പരീക്ഷണം ഇന്ത്യയെ മൂവ് റെയിൽ നെറ്റ്വർക്കിൽ നിന്ന് കാനിസ്റ്ററൈസ്ഡ് ലോഞ്ച് സിസ്റ്റം വികസിപ്പിച്ച കഴിവുള്ള തെരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ അഗ്നി പ്രൈം മിസൈൽ എന്ന് പറയുന്നത് 2 ഘട്ടങ്ങളുള്ള സോളിഡ് പ്രൊപ്പലന്റ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിന് ഏകദേശം 2000 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി. ഇത് ചൈനയെയും പാകിസ്ഥാനെയും മൊത്തം ഉൾക്കൊള്ളുകയും ചെയ്യും. അഗ്നി പരമ്പരയിലെ 6ാമത്തെ മിസൈലാണിത്. ഇതുകൂടാതെ ഇത് ട്രക്കിൽ കൊണ്ടുപോകാനും കാനിസ്റ്റർ വഴി വിക്ഷേപിക്കാനും കഴിയും. ഇതിന് ആണവശേഷിയുമുണ്ട്. ഏറ്റവും പുതിയ പരീക്ഷണത്തോടെ കടലിനടിയിൽ നിന്നും ഉപരിതലത്തിൽ നിന്നും വായുവിൽ നിന്നും ഇപ്പോൾ ഒരു റെയിൽവേ ശൃംഖലയിൽ നിന്നും പോലും ആണവ മിസൈൽ വിക്ഷേപിക്കാനുള്ള രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഒരു റെയിൽ കോറിൽ നിന്നുള്ള ഈ അഗ്നി പ്രൈമിന്റെ വിക്ഷേപണം ഇപ്പോൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവർക്ക് രാജ്യത്തിന് കുറുകെ സഞ്ചരിക്കാനും കുറഞ്ഞ പ്രതികരണ സമയത്തിനുള്ളിൽ ദൃശ്യപരത കുറയ്ക്കാനും സാധിക്കും. അതേപോലെ തന്നെ നിലവിൽ ഈ അഗ്നി പ്രൈം പോലുള്ള മിക്ക നൂതന മിസൈലുകളും വലുതും നീക്കാൻ എളുപ്പവുമല്ല. ഇക്കാരണത്താൽ തന്നെ ഇവ പരമ്പരാഗതമായി സ്ഥിര മിസൈൽ സോളുകളിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ചില മിസൈലുകൾ ഇപ്പോൾ വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നുണ്ട് എങ്കിലും വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഇവ ട്രെയിനുകളിൽ ഘടിപ്പിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ മിസൈലുകൾ ഒരു നിശ്ചിത സിലോസിൽ സൂക്ഷിക്കുന്നതിലൂടെ ഇവയെ പെട്ടെന്ന് ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതായത് ശത്രു രാജ്യങ്ങൾക്ക്. അതേപോലെ തന്നെ അവയെ ചലിക്കുന്ന വസ്തുക്കളിലേക്ക് മാറ്റുന്നത് ഒരു മുൻകൂർ ആക്രമണത്തിനുള്ള സാധ്യത കുറയ്ക്കും. അതായത് ഈ റെയിൽ അധിഷ്ഠിത മിസൈലുകൾ നശിപ്പിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇവയ്ക്ക് ഒരു രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയിലൂടെ എവിടെയും സഞ്ചരിക്കാനും കൂടാതെ ശത്രുക്കളുടെ ഈ ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്ന് തുരങ്കങ്ങളിലൊക്കെ ഒളിക്കാനും സാധിക്കും. കൂടാതെ രാജ്യത്തിന്റെ നിലവിലുള്ള റെയിൽ ശൃംഖല സേവനങ്ങൾ കാരണം ആവശ്യമുള്ള സമയങ്ങളിൽ അവയെ വേഗത്തിൽ എത്തിക്കാനും സാധിക്കും. റോഡ് ലോഞ്ചറുകളെക്കാൾ മികച്ച വേഷം മാറി നൽകാൻ ഒരു റെയിൽ മൊബൈൽ ലോഞ്ചറിന് കഴിയുകയും ചെയ്യും. ഇപ്പോൾ ഈ വിക്ഷേപണത്തോടെ ട്രെയിനുകളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ള വളരെ ചെറിയ രാജ്യങ്ങളുടെ ഒരു ക്ലബിലാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയും എത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ സാങ്കേതിക വിദ്യ ശീതയുദ്ധകാലം മുതൽ ഉള്ളതാണ്. എന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ട്രെയിനിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു എന്ന് വേണം പറയാൻ. 1950-കളിൽ മിനിറ്റ്സ്മാൻ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് റെയിൽ ബേസിംഗ് മോഡ് ഉപയോഗിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് അമേരിക്ക ഒരു പഠനവും ആരംഭിച്ചിരുന്നു. എന്നാൽ 1961-ൽ ഈ ഓപ്ഷൻ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. 1980-കളിൽ റെയിൽവേ മൊബൈൽ ലോഞ്ചറുകളിൽ പീസ് കീപ്പർ ICBMകൾ വിന്യസിക്കാൻ അമേരിക്ക പദ്ധതി ഇട്ടപ്പോൾ ഈ ആശയം വീണ്ടും ഉയർന്നു വന്നു. എന്നാൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഈ പദ്ധതി റദ്ദാക്കുകയാണ് ചെയ്തത്. അതേസമയം മറുവശത്തെ സോവിയറ്റ് യൂണിയൻ റെയിലിൽ ഒരു ICBM സംവിധാനം വിന്യസിച്ചു. അതിന് RT-23 മെലോഡെറ്റ്സ് എന്ന് പേരിട്ടു. എന്നിരുന്നാലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ റെയിൽകാർ വിക്ഷേപിക്കുന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി അനുസരിച്ച് പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത്. ബാർഗുസിൻ എന്നൊരു സംവിധാനം ഉപയോഗിച്ച് ഈ വിക്ഷേപണ ശേഷി വീണ്ടും അവതരിപ്പിക്കാൻ റഷ്യ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഹൈപ്പർസോണിക് മിസൈലിന്റെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ഈ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2016 ഡിസംബറിൽ ചൈന തങ്ങളുടെ ഏറ്റവും പുതിയ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലായ DF-41ന്റെ പുതിയ റെയിൽ മൊബൈൽ പതിപ്പ് പരീക്ഷിച്ചതായി നിരവധി വാർത്താ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഉത്തര കൊറിയ ഒരു പുതിയ റെയിൽ അധിഷ്ഠിത ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം പരീക്ഷിച്ചതായും അതിന്റെ ചിത്രങ്ങൾ പോലും പുറത്തുവിട്ടതായും റിപ്പോർട്ടുമുണ്ട്. സംസ്ഥാന മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് മിസൈലുകൾ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തെ കടലിലെ ഒരു ലക്ഷ്യത്തിൽ പതിക്കുന്നതിന് മുമ്പ് 800 കിലോമീറ്റർ പറന്നു എന്നാണ്. പരീക്ഷണത്തിന് ശേഷം ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റിലെ സീനിയർ ഫെലോ ആയ ആദം മൗണ്ട് തങ്ങളുടെ ആണവ സേനയുടെ അതിജീവന ശേഷി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് റെയിൽ മൊബൈൽ മിസൈലുകൾ താരതമ്യേന വില കുറഞ്ഞതും വിശ്വസനീയമായ ഒരു ഓപ്ഷൻ ആണ് എന്നാണ് എക്സിൽ എഴുതിയത്. റഷ്യ അത് ചെയ്തു, അമേരിക്ക അത് പരിഗണിച്ചു, ഉത്തര കൊറിയയ്ക്ക് ഇത് വളരെയധികം അർത്ഥവത്താണ് എന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയുകയും ചെയ്തു.
എന്തായാലും നമ്മുടെ രാജ്യം ഇപ്പോൾ ഈ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. ട്രെയിനിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ ഈ അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മിസൈൽ വിക്ഷേപണങ്ങൾ അത്രയ്ക്ക് പുതുമയുള്ളതല്ല. എന്നാൽ സെപ്റ്റംബർ 25 അഗ്നി പ്രൈമിന്റെ പരീക്ഷണം വെറും ഒരു പതിവ് പരീക്ഷണമായിരുന്നില്ല. ആദ്യമായി ആണവശേഷിയുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ലോക്കോമോട്ടീവ് വലിക്കുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത റെയിൽ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്. അതെ, കരയിലെ സിലോകൾ, റോഡ് അധിഷ്ഠിത കാനിസ്റ്ററുകൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ എന്നിവയിൽ നിന്നും മാത്രമല്ല, വിശാലമായ റെയിൽവേ ഗ്രിഡിൽ നിന്നും ആണവശേഷിയുള്ള മിസൈൽ വിക്ഷേപിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ട് എന്നാണ് ഈ പരീക്ഷണം കൊണ്ട് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ നിലപാടിലെ ഒരു സുപ്രധാന ചുവടുവയ്പായിട്ടാണ് ഈ റെയിൽ മൊബിലിറ്റി. ഇപ്പോൾ ഈ റെയിൽവേ വിക്ഷേപണ ശേഷി എന്ന് പറയുന്നത് ഏകദേശം 70,000 കിലോമീറ്റർ ട്രാക്കുള്ള ലോകത്തിലെ 4ാമത്തെ വലിയ റെയിൽ ശൃംഖലയാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ റെയിൽ ശൃംഖല എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഓരോ കോണിലും ചിതറിക്കിടക്കുകയാണ്. അതേപോലെ തന്നെ ശത്രുക്കളുടെ ഉപഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്ന് പോലും ഈ മിസൈലിനെ മറച്ചു വെക്കാനും നല്ല അവസരമാണ് നൽകുന്നത്. അതായത് ഈ മിസൈലുകൾ ഇപ്പോൾ രാജ്യത്തുടനീളം വിന്യസിക്കാൻ കഴിയും. സ്ഥിരമായ സിലോകളിൽ നിന്നോ അറിയപ്പെടുന്ന താവളങ്ങളിൽ നിന്നോ വളരെ അകലെ ട്രെയിൻ തുരങ്കങ്ങളിൽ ഇവ ഒളിപ്പിച്ചു വെക്കാനും പതിവ് ഗതാഗതത്തിന്റെ മറവിൽ നീക്കാനും അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനും വരെ കഴിയും. ശത്രു ഉപഗ്രഹങ്ങൾക്കോ നിരീക്ഷണ സംവിധാനങ്ങൾക്കോ ഇവയെ മുൻകൂട്ടി കണ്ടെത്തി ലക്ഷ്യം വെക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതായത് ഇന്ത്യയുടെ എതിരാളികൾക്ക് ഏത് സമയത്തും അഗ്നി പ്രൈം യൂണിറ്റുകൾ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുകയില്ല. വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഇവയെ നിർവീര്യമാക്കാനും അവർക്ക് സാധിക്കുകയില്ല. റെയിൽ മൊബിലിറ്റി ഈ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുന്നു. ഒരു റെയിൽ വാഗണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു മിസൈലിനെ ശൃംഖലയിലൂടെ അവ്യക്തമായി സഞ്ചരിക്കാനും പ്രവർത്തനപരമായി അനുകൂലമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനും ശത്രു നിരീക്ഷണത്തെ സങ്കീർണമാക്കുന്ന ചലന രീതികളിലൂടെ സഞ്ചരിക്കാനും കഴിയും. ഒരു നിരീക്ഷകനെ മിസൈൽ വഹിക്കുന്ന ഒരു വണ്ടി ഒരു സാധാരണ ട്രെയിൻ കോച്ചിനോട് സാമ്യമുള്ളതാണ്. അത് ഇന്ത്യയുടെ ബൃഹത്തായ ശൃംഖലയുടെ ഗതാഗതത്തിൽ ലയിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ NFU നയത്തിന് ഈ ഗുണങ്ങൾ വളരെയധികം നിർണായകമാണ്. പ്രതിരോധം ആദ്യ പ്രയോഗത്തിന്റെ വാഗ്ദാനത്തിലല്ല, മറിച്ച് പ്രതികാരത്തിന്റെ ഉറപ്പിലാണ്. ഒരു റെയിൽ മൊബൈൽ കാനിസ്റ്ററൈസ്ഡ് മിസൈൽ ഒരു എതിരാളി ആദ്യ ആക്രമണം നടത്താൻ ശ്രമിച്ചാലും പുതിയ ലോഞ്ചറുകൾ അതിജീവിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരിച്ചടിക്കുമെന്ന് ഉറപ്പാക്കുന്നു. എന്നാൽ ഇതിന് ചില പരിമിതികളുമുണ്ട്. അതായത് റെയിൽ ലൈനുകൾ ഉള്ളിടത്ത് മാത്രമേ ഇത് വിക്ഷേപണം സാധ്യമാക്കൂ. ട്രാക്ക് കവറേജ് ഇല്ലാത്ത വിദൂര അല്ലെങ്കിൽ പ്രവേശിക്കാൻ കഴിയാത്ത പ്രദേശങ്ങൾക്ക് ഈ സംവിധാനങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഫിക്സഡ് സിലോകളിൽ നിന്നോ ശ്രദ്ധാപൂർവം സർവേ ചെയ്ത റോഡ് മൊബൈൽ സൈറ്റുകളിൽ നിന്നോ വ്യത്യസ്തമായി റെയിൽ ലൈനുകൾ എല്ലായ്പ്പോഴും അനുയോജ്യമായ വിക്ഷേപണ പാരാമീറ്ററുകൾ വാഗ്ദാനം ചെയ്തേക്കില്ല. എന്തായാലും ഇതിപ്പോൾ തന്ത്രപരമായി ഇത് ഇന്ത്യയുടെ അയൽക്കാരുടെ കണക്കുകൂട്ടലുകളെ മാറ്റിയിരിക്കുകയാണ്. ആദ്യം ആക്രമണം നടത്താൻ ആലോചിക്കുന്ന ഏതൊരു എതിരാളിയും ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ കര മിസൈലുകളും വിക്ഷേപിക്കുന്നതിന് മുമ്പേ നിർവീര്യമാക്കുക എന്നത് അസാധ്യമാണ് എന്ന് കരുതിയിരിക്കുകയാണ്. ഇതിന്റെ ഫലം ശക്തമായ പ്രതിരോധ ശേഷി, ആക്രമണത്തിനുള്ള കുറഞ്ഞ പ്രോത്സാഹനങ്ങൾ, കൂടുതൽ വിശ്വസനീയമായ NFU നിലപാട് എന്നിവയാണ്. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.